യുഎസിന്റെ ശത്രുക്കളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ് ചൈന. അടിക്കടി ഭീഷണി മുഴക്കുന്നതല്ലാതെ തന്നെ ഇതുവരെയും തീരുവ ഭീഷണിയിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ആഘാതം യുഎസ് ആകട്ടെ ചൈനയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. എന്നാൽ സുഹൃത്ത് രാജ്യമായ ഇന്ത്യയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണിച്ചതാകട്ടെ കൊടും ചതിയാണ്. റഷ്യയുമായി ചങ്ങാത്തം കൂടിയതും എണ്ണ വാങ്ങിയതുമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. എന്നാൽ ചൈനയെ പിണക്കിയാൽ യുഎസിന് ടോയ്ലറ്റ് പേപ്പർ പോലും കിട്ടാത്ത ആ ഒരു ഗതി ഉണ്ടാകും. കാരണം അത്ര കണ്ട് ചൈനയെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് യുഎസ്. ആശ്രയിച്ചുകൊണ്ടാണ് യുഎസ് മുന്നോട്ട് പോകുന്നത്. ആയതിനാൽ തന്നെ അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് ചൈന കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ പ്ലാനറായ ഡി മുത്തുകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ കുറിപ്പാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയാണ്. ചൈനയെ പിണക്കിയാൽ ടോയ്ലറ്റ് പേപ്പർ പോലും കിട്ടാത്ത ആ ഒരു സ്ഥിതി എത്തുമെന്ന് യുഎസിന് നന്നായി അറിയാം. അത്ര കണ്ട് ആശ്രയിച്ചുകൊണ്ടാണ് യുഎസ് ചൈനയുടെ മേൽ നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യയെ പിണക്കിയാലോ എന്ന ചോദ്യവും ഇവിടെ ഉന്നയിക്കുന്നു. യുഎസുമായുള്ള ബന്ധം പൂർണ്ണമായും നിലച്ചാലും ചൈനയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് മുത്തുകൃഷ്ണൻ പറയുന്നത്. ഇന്ത്യയല്ല, ചൈനയും റഷ്യയുമാണ് ആത്മനിർഭർ. ചൈന സ്വയം പര്യാപ്തവും സ്വാശ്രയത്വവുമാണ്. യുഎസ് എത്ര കടുത്ത നിലപാടെടുത്താൽ പോലും പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അമേരിക്കയും യൂറോപ്പും മറ്റ് നിരവധി രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നിട്ട് പോലും റഷ്യ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്നും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള റഷ്യൻ ആസ്തികൾ പല രാജ്യങ്ങളും മരവിപ്പിച്ചു, കടുത്ത ഉപരോധം പോലും ഏർപ്പെടുത്തി. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരുകയാണ് റഷ്യ. ചൈനയെ നമുക്കൊട്ടും വിശ്വസിക്കാൻ പോലും ആകില്ല എന്നും ഇന്ത്യയിലുള്ള കയറ്റുമതി അത് വേണ്ടെന്ന് ചൈന തീരുമാനിച്ചാൽ നമ്മളൊക്കെ തന്നെ സ്തംഭിച്ചു പോകുമെന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളിൽ പോലും ഇപ്പോഴും ചൈനീസ് അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമ്മൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയാലും പ്രതിരോധ രംഗത്ത് തിരിച്ചടി ഉണ്ടാകും. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധ സ്രോതസ് എന്ന് പറയുന്നത് റഷ്യയാണ്. ഇന്ത്യക്ക് ഇപ്പോൾ വിശ്വസിക്കാവുന്ന പങ്കാളി അല്ലെങ്കിൽ ഒരേ ഒരു പ്രതിരോധ പങ്കാളിയേ ഉള്ളൂ, അത് റഷ്യയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ തുറുപ്പിച്ചിട്ടായിരുന്ന S-400 വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയാണ് നമുക്ക് തന്നത്. ആഗോളതലത്തിൽ പോലും ദുഷ്കരമായ സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇപ്പോൾ. സ്വയം പര്യാപ്തമാകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങൾ എങ്ങും എത്തിയിട്ടുമില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒറ്റപ്പെടുത്തിയാൽ പോലും ചൈനയും റഷ്യയും പിടിച്ചു നിൽക്കുമെന്നും നമുക്ക് തുറുപ്പുചീട്ടുകളായി ഒന്നുമില്ല എന്നും മറ്റു രാജ്യങ്ങളെ അമിതമായി തന്നെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുമാണ് എത്തി നിൽക്കുന്നതെന്നും ഇന്ത്യ വലിയൊരു ശക്തിയായി തന്നെ മാറേണ്ടതുണ്ട് എന്നതാണ് മുത്തുകൃഷ്ണൻ ഈ എഴുതിയ എക്സ്പോസിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.